നമസ്കാരം ഗുരുജി. നമസ്തേ ഗുരുജി, ക്ഷേത്ര ദർശനവും ആരോഗ്യ പരിപാലനവും ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിലൊരു സംശയവും വേണ്ട. നമ്മുടെ മാനവരാശിക്ക് പ്രയോജനകരമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ഗുരുക്കന്മാരിവിടെ അവതരിപ്പിച്ചിട്ടില്ല. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ഡെഫിനേഷനുണ്ട്, ഹെൽത്തിനെ കുറിച്ചൊരു ഡെഫിനേഷൻ. ടോട്ടൽ വെൽബീയിങ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ. ആ ഒരു ടോട്ടൽ വെൽബീയിങ് 3 തലങ്ങളിലുള്ള, നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ്. രോഗമില്ലാത്തൊരവസ്ഥയല്ല ആരോഗ്യം, അത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ ഒരു സമന്വയമാണ്, ഒരു സന്തുഷ്ടാവസ്ഥയാണ് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത്. 2350 വർഷമായി സുശ്രുത സംഹിത എഴുതിയിട്ട് അതിൽ ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയെന്നറിയാം? സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മേ ഇന്ദ്രിയ മന സ്വസ്ഥ ഇത്യവതീയത എന്നാണ് അർത്ഥം. അതിൻ്റെ വാദപിത്ത കഫങ്ങളും ഇതൊക്കെ ശരിക്കും ആ ഡോക്ടർക്കുള്ളത്. എന്നാൽ രണ്ടാം ഭാഗം പ്രസന്ന ആത്മേ ഇന്ദ്രിയ മന സ്വസ്ഥത അല്ലെങ്കിൽ ആരോഗ്യമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രസന്നാവസ്ഥയാണ് ആരോഗ്യമെന്ന് സുശ്രുതാചാര്യൻ പറഞ്ഞത്. അതിൽ ഈ ആത്മീയത വെസ്റ്റേൺ കൺട്രീസിൽ അവിടെ ആത്മീയതയ്ക്ക് വേറെ മതപരമായ ചില പരിവേഷങ്ങളുണ്ട്. അവർക്ക് ഇവിടുത്തെ ആത്മീയതയും അവിടുത്തെ മതവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതൊരാശയപരമായിട്ടുള്ള ഒരു വിശ്വാസവും ഇത് ആത്മീയത, ഇവിടുത്തെ ആത്മീയത അനുഭവത്തിൻ്റെ ഒരു പൂർണ്ണതയുമാണ്. അപ്പോൾ ആത്മീയതയുടെ പൂർണ്ണത ലഭിക്കാനുള്ള വഴികളാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ. അങ്ങനെയെങ്കിൽ ക്ഷേത്രങ്ങളില്ലാതെ ഒരു ആരോഗ്യ പരിപാലന സംവിധാനം സാധ്യമാണോ? അല്ല. അപ്പോൾ ക്ഷേത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ശില. ഗുരുജി, അങ്ങനെയാണെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ പിന്തുടരുന്ന ഒന്നാണ് ആയുർവേദം. പക്ഷേ ഇന്ന് ആയുർവേദത്തിനെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്, സംശയത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഗുരുജിക്ക് എന്താ പറയാനുള്ളത്? എന്താണ് ശരിക്കും ആയുർവേദം? ചോദ്യം ചെയ്യേണ്ടതും സംശയിക്കേണ്ടതും ബുദ്ധികൂർമ്മതയുള്ള ഒരു മനുഷ്യൻ്റെ സ്വഭാവ വിശേഷമാണ്, അത് വേണം. പക്ഷേ അന്ധമായി എതിർക്കലും ചോദ്യം ചെയ്യലും രണ്ടും രണ്ടാണ്. ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നത് ആയുർവേദം, സിദ്ധവൈദ്യം, പിന്നെ യോഗവിദ്യ ഇതൊന്നും ശാസ്ത്രീയമല്ല, ഇതൊക്കെ തള്ളിക്കളയേണ്ടതാണ് എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ നിലപാട്. എന്നിട്ട് ഈ അടുത്തൊരു ഡോക്ടർ ചോദിക്കുന്നത് കേട്ടു, ഇതിനെന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? ഇത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ടോ? അപ്പോൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കണമെങ്കിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തണ്ടേ? എന്നാലല്ലേ തെളിയൂ. ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറ ഉണ്ടാകണമെങ്കിൽ അതിന് അടിത്തറ ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? അതിന് പകരം സായിപ്പ് ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതാണ് ശരി എന്ന ഒരു തലത്തിലേക്ക് എത്തുന്നതാണ് അന്ധവിശ്വാസം. അത് പഠിച്ചവൻ്റെ, വിദ്യാസമ്പന്നൻ്റെ അന്ധവിശ്വാസം. മനസ്സിലാവുന്നേ? അപ്പോൾ ഇവിടെ ആയുർവേദം, പിന്നെ ഈ ക്ഷേത്രകലകൾ അല്ലെങ്കിൽ ക്ഷേത്ര ആചാരം, ഇവയെല്ലാം സത്യത്തിൽ യുക്തിക്ക് നിരക്കുന്ന ശാസ്ത്ര സത്യങ്ങളാണ്. ആയുർവേദം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എത്ര പേർക്കറിയാം? ആയുസ്സിനെ കുറിച്ചുള്ള വേദം, അറിവ്, ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് ആയുർവേദം. കഴിഞ്ഞു. ആത്മാവ് എന്താണിടേ ചോദിച്ചാൽ വേദം അറിവ് വേദമാണെങ്കിൽ അറിവെന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് വേദമെന്ന് പറഞ്ഞത്? അപ്പോൾ വേദമെന്ന വാക്കിൻ്റെ അർത്ഥം അറിവാണെങ്കിലും അത് വാക്കുകളാൽ വിവരിക്കാവുന്ന തലം വരെയുള്ള അറിവിനെയാണ് വേദം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രാവശ്യം നാം ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസത്തിന് 4 പിരിവുകളുണ്ട്. അത് യോഗശാസ്ത്രമാണ്. അത് ഉള്ളിലേക്ക് കയറുന്ന പ്രാണൻ വായു ശ്വാസകോശത്തിലേക്കും പോകും, പ്രാണശക്തി സുഷുപ്ന വഴി മൂലാധാരത്തിലേക്കും പോകും. ആ മൂലാധാരത്തിലെത്തുന്ന നമ്മുടെ പ്രാണശക്തിയെ പരാശക്തി എന്നാണ് വിളിക്കുന്നത്. ആ പരാശക്തി താന്ത്രികമായി ദുർഗയെന്നും കാളിയെന്നും 2 ശക്തികളായി പിരിയും. അങ്ങനെ 2 ശക്തികൾ ഇരുപിരിവായി മുകളിലേക്ക് ഉയർന്ന് സ്വാധിസ്ഥാനം നമ്മളെ ജെനിറ്റൽ ഏരിയയിലും പൊക്കിൾ ഭാഗത്തും വരുമ്പോൾ അതിന് പശ്യന്തി എന്ന് പറയും.
ആ പരാശക്തി പശ്യന്തിയായി മാറും. പശ്യന്തി എന്ന് പറയുമ്പോൾ വിശപ്പ്, കാമവികാരങ്ങളൊക്കെ നമ്മളിൽ ജനിക്കുന്നത് ഈ ശക്തിയുടെ പ്രതിഫലനമായിട്ടാണ്. അവിടെ നിന്ന് അത് വീണ്ടും ഹൃദയചക്രത്തിലേക്ക് എത്തുമ്പോൾ അതിന് മധ്യമ എന്ന് പറയും. ആ മനസ്സിൻ്റെ വൈകാരിക തലങ്ങളുടെ കേന്ദ്രമാണ് ഈ മധ്യമ എന്ന് പറയുന്ന ഹൃദയചക്രം. അവിടെ നിന്ന് ഈ ഹൃദയചക്രത്തിൽ നിന്ന് അത് മുകളിലേക്ക് ഉയർന്ന് തുണ്ടയിലൂടി വാക്കുകളായി വെളിയിലേക്ക് വരുമ്പോഴാണ് അതിന് വൈഖരി എന്ന് പറയുന്നത്. വാക്കായി വരുന്നതാണ് വൈഖരി. അപ്പോൾ പരാശക്തി പശ്യന്തിയായി, മധ്യമയായി, വൈഖരിയായി വെളിയിൽ വരുമ്പോൾ അത് ഒരു ശ്വാസം ഉപയോഗിച്ചു. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ സൂക്ഷ്മ തലങ്ങൾ ആരും അറിയുന്നില്ല. ആ വൈഖരിയിലൂടെ നമുക്ക് വിവരിക്കാവുന്ന ഇന്ദ്രിയ തലങ്ങളെയാണ് വേദം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ആര് എന്ന ചോദ്യത്തിന് വേദത്തിൽ മറുപടി ഉണ്ടോ? ഇല്ല. അത് സിദ്ധമാകേണ്ടതാണ്, അനുഭവമാകേണ്ടതാണ്. അവിടെയാണ് ഗുരുക്കന്മാർ ജാലന്തരബന്ധനം, ത്രോട്ട് ലോക്ക്, തൊണ്ടയെ ഉള്ളിലേക്ക് വലിച്ച് വൈഖരി എന്ന പ്രാണശക്തിയെ പുറത്തേക്ക് വാക്കുകളായി വിടാതെ തടയും, ബന്ധിപ്പിക്കും. എന്നിട്ട് അഭ്യാസബലത്താൽ അതിനെ ആജ്ഞാചക്രത്തിലേക്ക് ഉയർത്തും. അതാണ് ആജ്ഞാചക്രം, ആകാശചക്രം, ഖേ ആകാശം, അതിലേക്ക് ചലിപ്പിക്കും അല്ലെങ്കിൽ ചരിപ്പിക്കും. ആ അവസ്ഥയാണ് ഖേചരി എന്ന് പറയുന്നത്. ഇങ്ങനെ വൈഖരിയെക്കുറിച്ചും ഖേചരിയെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായ ഗുരുക്കന്മാർ നമ്മുടെ ജീവൻ്റെ ഉദയത്തെക്കുറിച്ചും നിലനിൽപ്പിനെക്കുറിച്ചും അസ്തമനത്തെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കി ശരിക്കും ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഉരുക്കി തെളിച്ചെടുത്ത ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദവും സിദ്ധവൈദ്യവും യോഗശാസ്ത്രവും. അത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ കണ്ണ് കാണാൻ വയ്യാത്തവന് വെളിച്ചമില്ലെന്ന് പറയാൻ ഭയങ്കര എളുപ്പമല്ലേ. അതുകൊണ്ട് ആ തരത്തിലൊരു സംശയത്തിൻ്റെ ആവശ്യം നമുക്കില്ല. ഇതിനൊക്കെ കാലത്തെ അതിജീവിച്ച ചരിത്രമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു സംശയം വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വി ആർ എൻസ്ലേവ്ഡ് ബൈ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷൻ. പാശ്ചാത്യരെന്ത് പറഞ്ഞോ, വെള്ളക്കാരെന്ത് പറഞ്ഞോ അതാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്. അപ്പോൾ ആയുർവേദത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒരു പഠനം നടത്താം എന്ന് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സംവിധാനം നിശ്ചയിച്ചാൽ ആദ്യം സമരം ചെയ്യുന്ന ആരായിരിക്കും എന്നറിയാമോ? ഇവിടുത്തെ ഡോക്ടർമാരായിരിക്കും, ഈ അലോപ്പതി ഡോക്ടർമാരായിരിക്കും. എന്താ? ഇവരാണ് പറയുന്നത് ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല. എടോ, ശാസ്ത്രീയമായി തെളിയിക്കണമെങ്കിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തണ്ടേ? ആ പഠനങ്ങൾ നടത്താൻ തുടങ്ങുമ്പോഴേ ഇത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞ് പിള്ളേരെ തെരുവിലിറക്കി വിടും. ഇവിടെയാണ് ഈ കോംപ്ലിക്കേഷൻ. പിന്നെ ഇതിൻ്റെ പിന്നിൽ മതപരമായ താല്പര്യങ്ങൾ, രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ, സാമ്പത്തികമായ താല്പര്യങ്ങൾ ഒരുപാടുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് സംശയങ്ങളുണ്ടാകുന്നത്. ആ സംശയങ്ങളെ മുതലെടുക്കുകയും വിൽക്കുകയും ചെയ്താണ് ഇവിടുത്തെ പല ഇൻഡസ്ട്രികളും ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം നമ്മുടെ ഈ വിൽപ്പനച്ചരക്കാക്കാൻ കഴിയാത്ത ശാസ്ത്രത്തെ, പാരമ്പര്യ മഹിമകളെ ആഴത്തിൽ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം. ഗുരുജി, ഇപ്പോൾ ആയുർവേദമാണെങ്കിലും സിദ്ധവൈദ്യമാണെങ്കിലും ഇത് തമ്മിലുള്ള വ്യത്യാസവും എന്താണ്, അത് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് വളരെ ലളിതമായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് സത്യത്തിലേത് വലിയ വ്യത്യാസമൊന്നുമില്ല. ആതിരയ്ക്ക് ഒരു ശരീരം ഉണ്ടല്ലോ അല്ലേ, തൊട്ട് നോക്കാം, മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കാം. മനസ്സില്ലേ? എവിടെയത്? ഉണ്ടോ? ഉണ്ട്, അനുഭവമാണ്. പക്ഷേ ഇതൊന്നും തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. അത് സിദ്ധമാണ്. അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് വാക്കുകളാൽ വിവരിക്കാവുന്നത് അല്ലെങ്കിൽ ഇന്ദ്രിയാത്മകമായ തലം, അറിവ്. അതിനപ്പുറത്തേക്കുള്ള സൂക്ഷ്മ തലമാണ് സിദ്ധം. ഇപ്പം ഞാനൊരു മിഠായി തന്നു എന്ന് വയ്ക്കുക, അത് കഴിച്ചിട്ട് കൊള്ളാമോ? കൊള്ളാം. അതെന്താ രുചി? അത് നെയ്യുണ്ട്, മധുരമുണ്ട്, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ സത്യത്തിൽ അനുഭവിച്ച ആ രുചി പറയാൻ കഴിയില്ല. അത് സിദ്ധമാകേണ്ടതാണ്. ആയുർവേദവും സിദ്ധവേദവും എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്ന് സ്ഥൂലവും ഒന്ന് സൂക്ഷ്മവും. അത് സിദ്ധവൈദ്യത്തിൽ അതിനെ മുന്നൂല് പിന്നൂല് എന്നാണ് പറയുന്നത്. അകവും പുറവും
എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത്രയേ ഉള്ളൂ, സ്ഥൂലവും സൂക്ഷ്മവും. പിന്നെ അത് വിശദീകരിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഔഷധ തലങ്ങളും പ്രയോഗങ്ങളും അത് വലിയൊരു ശാസ്ത്രശാഖയാണത്. പലർക്കും ഉണ്ടാവുന്ന ഒരു കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ സിദ്ധവൈദ്യം അല്ലെങ്കിൽ ആയുർവേദം, പക്ഷെ അത് ശരിക്കും എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് പലർക്കും ഇപ്പോഴായിരിക്കും ഒന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. രണ്ടും രണ്ടല്ല, അത് സ്ഥൂലവും സൂക്ഷ്മവുമായുള്ള ഒരു ശാസ്ത്രം തന്നെയാണ്. ഗുരുജി, നമ്മുടെ ക്ഷേത്ര കലകൾ എടുക്കുകയാണെങ്കിൽ അതിലെല്ലാത്തിലും മെയ്വഴക്കവും കഠിനാധ്വാനവും ഇതെല്ലാം നമ്മുടെ ആ ഒരു രീതിയുടെ അത് പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചിട്ട തന്നെ വച്ചിട്ടുണ്ട്. ഇപ്പോൾ കളരിയാണെങ്കിലും തെയ്യമാണെങ്കിലും മുടിയേറ്റ് അങ്ങനെയുള്ള എല്ലാ അനുഷ്ഠാന കലകളും ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്നതിന് ആരോഗ്യവും അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ? ഉണ്ട്. അതുകൊണ്ടാണെന്ന് പറഞ്ഞത്, ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു പ്രസന്നാവസ്ഥ സംജാതമാക്കുന്നതേതോ അതാണ് ആരോഗ്യം. അതിന് ക്ഷേത്രങ്ങൾ ഇത് 3 തലങ്ങളെയും ഒരേപോലെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ആ 3 തലങ്ങൾക്കും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഉദാഹരണത്തിന് അമ്പലത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് പ്രസാദമാണ്. അല്ലെങ്കിൽ തന്നെ കുളിച്ച് ഈറനെടുത്ത് അമ്പലത്തിൽ പോകണമെന്ന് പറയും. എന്തിനാ കുളിച്ച് ഈറനെടുത്ത് പോകണോ? എന്തെങ്കിലും തോന്നിയതുപോലെ വസ്ത്രം ധരിച്ച് പൊക്കൂടെ? ശരീരശുദ്ധി വേണം. അത് ഏതൊരു കാര്യം നല്ലതുപോലെ ചെയ്യണമെങ്കിലും നമുക്കൊരു ശരീരശുദ്ധി വേണ്ടേ, മനഃശുദ്ധിയും വേണം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുന്നു, അവിടെ അല്പം വൃത്തിയായിട്ടും അല്ലേ പോവുക, അത്രയേ ഉള്ളൂ ക്ഷേത്ര സന്ദർശനം. പക്ഷേ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വൃത്തിയായി അല്ലെങ്കിൽ ഒരു കുളി കഴിഞ്ഞ് അമ്പലക്കുളത്തിലിറങ്ങി കുളിഞ്ഞ് ആ ഈറനോടുകൂടി അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാകുന്നത്, നിങ്ങൾ ചവിട്ടുന്ന തറ പാരമ്പര്യമായി നോക്കിയാൽ കല്ല് പാകിയതായിരിക്കും. ഇപ്പോൾ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴും ചിന്തകളുടെയും പിന്നെ മറ്റ് പ്രവർത്തനങ്ങളുടെയും ഫലമായി ഈ നെഗറ്റീവ് എനർജി, എക്സസ് എനർജി ഫോം ചെയ്യും. ഈ എനർജി എർത്ത് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അത് നമ്മുടെ കയ്യിലും കാലിൻ്റെ അകത്തും ഒരുപാട് അക്യൂപ്രഷർ മർമ്മങ്ങളുണ്ട്. ഈ മർമ്മങ്ങളിലൂടെ ഊർജം, ആവശ്യത്തിലധികമുള്ള ഊർജം എർത്ത് ചെയ്ത് പോകും. അപ്പോൾ നനഞ്ഞ പാദത്തോടു കൂടി നമ്മൾ ആ കല്ലിൽ ചവിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതുവരെ നിലനിൽക്കുന്ന എക്സസ് എനർജി മുഴുവൻ എർത്ത് ചെയ്ത് പോവുകയാണ്. 2, നമ്മൾ വിഗ്രഹത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത, അത് പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പ് അതിൽ പഞ്ചഭൂത സന്നിവേശങ്ങൾ നടത്തും. അത് ഭയങ്കര രസമാണ് അതൊക്കെ പഠിച്ചാൽ. അത് കല്ലിലായാലും ഇതിൽ പഞ്ചലോഹത്തിലോ ഏത് വിഗ്രഹത്തിലായാലും ഗുരുവിൻ്റെ നിർദ്ദേശം, അദ്ദേഹത്തിൻ്റെ ഊർജ്ജം അതിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ആ ഒരു മോളിക്കുലാർ കോമ്പിനേഷൻ, കണികകളുടെ ഒരു ഘടന ഉള്ള ലോഹമോ കല്ലോ എടുക്കുകയുള്ളൂ. അതിനെ ആദ്യം ഈ ഭൂമി പൂജയ്ക്ക് അന്നത്തിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളം ധാന്യങ്ങളിൽ കുഴിച്ചിട്ടേക്കും, മൂടിയിട്ടേക്കും. അപ്പോൾ ധാന്യങ്ങളുടെ ശക്തി യഥാർത്ഥത്തിൽ ഈ കല്ലായാലും ഈ ലോഹമായാലും അത് സ്വീകരിക്കും. ഇപ്പോൾ നമ്മൾ മീൻ പൊരിക്കാറുണ്ടോ വീട്ടിൽ? ഇല്ല. എപ്പോഴെങ്കിലും സ്ഥിരമായി മീൻ ഉണ്ടാക്കുന്ന, മീൻ പൊരിക്കുകയോ മറ്റോ ചെയ്യുന്ന ഒരു ചട്ടി, അത് ലോഹമായാലും മൺചട്ടി ആയാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൽ വേറെ എന്തെങ്കിലും ഒരു ആഹാരം പാകം ചെയ്ത് നോക്കണം. അതിൽ ഈ മീനിൻ്റെ മണം വരുന്ന കാണാം. അതായത് ആ കല്ല് അല്ലെങ്കിൽ ആ ലോഹം ഈ മീനിൻ്റെ അംശം അതിനകത്ത് ശേഖരിച്ചിട്ടുണ്ട്. വീണ്ടും ചൂടാകുമ്പോൾ അത് പുറത്തു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ലോഹത്തിനും ഏത് കല്ലിനും ഊർജ്ജത്തെ സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ ധാന്യത്തിലത് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചേക്കും കുറച്ച് കാലം. പിന്നെ അത് വെള്ളത്തിലിട്ടിരിക്കും. പിന്നെ കൃത്യമായ ചൂട് കിട്ടുന്ന രീതിയിലേക്ക് അതിനെ ശേഖരിച്ച് വെക്കും. പിന്നെ പ്രത്യേക ശബ്ദങ്ങൾ കൊടുക്കും. ഇങ്ങനെ 4 തരത്തിലൂടി ഊർജ്ജത്തെ സന്നിവേശിക്കുമ്പോൾ ന്യായമായിട്ടും ആ മന്ത്രോച്ചാരണത്തിന് അല്ലെങ്കിൽ മനഃശക്തിക്ക് പ്രാപ്തമാകുന്നൊരവസ്ഥയിലേക്ക് ഈ വിഗ്രഹം മാറും. ഇങ്ങനെ 5 രീതിയിൽ ഊർജ്ജ സന്നിവേശം നടത്തിയ വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത്. അതിൽ നിന്ന് സൂക്ഷ്മ തരംഗങ്ങളായിട്ട് ഊർജ്ജം പുറത്തേക്ക് വരുന്നുണ്ട്. നാം ഈറനെടുത്ത് അവിടെ ചെല്ലുമ്പോൾ ഈ എനർജി ശരീരത്തിന് സ്വീകരിക്കാൻ കണ്ടക്ടിവിറ്റി അത് കൂടുതലായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം അതാണ്. അത് കഴിഞ്ഞിട്ട് നന്മയോടെ ഉള്ള മനസ്സോടുകൂടി നമ്മളവിടെ ചെല്ലുന്നത് ആരോടും മത്സരിക്കാനോ തർക്കിക്കാനോ ഒന്നുമല്ലല്ലോ, ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. ആ ഒഴിഞ്ഞ മനസ്സോടെ അവിടെ ചെല്ലുന്ന
കിട്ടുന്ന ആ പ്രസാദം. ഈ പ്രസാദം എങ്ങനെയാണ്? വിഗ്രഹത്തിൻ്റെ മുന്നിൽ വച്ചിട്ട് ആ വിഗ്രഹത്തിൻ്റെ ഊർജം സന്നിവേശിക്കപ്പെട്ട ആഹാരത്തെയാണ് പ്രസാദം എന്ന് പറയുന്നത്. പ്രോജ്വലിപ്പിച്ചതാണ് പ്രസാദം. ആ പ്രസാദത്തെ നമ്മൾ ഒഴിഞ്ഞ ശുദ്ധമായ മനസ്സോടെ ഭക്ഷിക്കുമ്പോൾ അത് സർവ്വരോഗസംഹാരിയായ ഒരു മരുന്നിൻ്റെ ഫലം ചെയ്യും. ഈ ചില ഡോക്ടർമാരെ ചില രോഗികൾക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും, മനസ്സിലായില്ലേ? ആ ഡോക്ടറുടെ അടുത്ത് ഈ രോഗി ഒരു പ്രശ്നവുമായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും ഇവൻ്റെ ടെൻഷൻ കൊണ്ടാണ് ഈ രോഗം വന്നതെന്ന്. അത് തോന്നുന്നതാണ്. അതിന് ശരിക്കും സൈക്കോസൊമാറ്റിക് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കലി പറയാം. അപ്പോൾ ഈ ഡോക്ടർക്ക് തോന്നുകയാണ് ഇവനിപ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല, പക്ഷെ മരുന്ന് കിട്ടി എന്നവന് തോന്നുകയും വേണം. ആ സമയത്ത് ഡോക്ടർ ഒരു വിഷമൊക്കെ എടുത്തിട്ട് ഇത് നല്ല മരുന്നാണ്, നീ കൊണ്ടുപോയി കഴിക്കും എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ വെറും വെള്ളമായിരിക്കും അത്. അപ്പോൾ ഡോക്ടർ തന്ന മരുന്നാണ് എന്ന ധാരണയിൽ അവൻ അതിനെ കഴിക്കുമ്പോൾ അവന് രോഗം മാറുന്നൊരവസ്ഥയുണ്ടാവും. ആ വിശ്വാസം, മനസ്സിൻ്റെ ആ വിശ്വാസമാണ് അവിടെ മരുന്നായി പ്രവർത്തിക്കുന്നത്. ഇതുപോലെ സർവ്വതും നോക്കിക്കാണാൻ കഴിവുള്ള, മാനേജ് ചെയ്യാൻ കഴിവുള്ള, ഡീൽ ചെയ്യാൻ കഴിവുള്ള ഈശ്വരൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു ഒഴിഞ്ഞ മനസ്സോടുകൂടി അവൻ ഭക്ഷിക്കുമ്പോൾ അവൻ്റെ ഊർജം അത് സങ്കല്പാതീതമായ ഒരു ഊർജ്ജമാണ്. അതുപോലെ തന്നെ നമുക്കല്പം തീർത്ഥം കിട്ടും. മിക്കവാറും വിഗ്രഹത്തിൽ ഒഴിച്ച വെള്ളം അത് കളക്ട് ചെയ്താണ് തീർത്ഥമായി തരുന്നത്. അതും ഊർജ്ജസന്നിവേശം നടത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ദീപാരാധനയുണ്ട്. നമുക്ക് അവിടെ പെട്രോളിലോ മണ്ണെണ്ണയിലോ വിളക്ക് കത്തിക്കുന്നോ കണ്ടിട്ടുണ്ടോ? ഇല്ല. നെയ്യിലോ വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ കത്തിക്കുന്ന ആ സൗമ്യമായ മഞ്ഞ പ്രകാശം ശരിക്കും പറഞ്ഞാൽ ലേസർ ബീംസാണ്. അപ്പോൾ ഈറനെടുത്ത് ശുദ്ധമായ ഒരു അവസ്ഥയിൽ ചെല്ലുമ്പോൾ ശരീരത്തിൻ്റെ 37.3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അഗ്നി, നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ്റെ ലക്ഷണം അഗ്നിയാണ്. ആ സൗമ്യമായ അഗ്നിയാണ് നാം സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് അഗ്നിബലം വർദ്ധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ദീപാരാധന, ധൂപാരാധന ഉണ്ടാവും. നല്ല ശുദ്ധമായ ചന്ദനത്തിൻ്റെയോ ഭസ്മത്തിൻ്റെയോ പൂക്കളുടെയോ മണം, ശുദ്ധമായ വായു. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ ക്ഷേത്രത്തിലും ഒരേ ഫ്രീക്വൻസിയുള്ള മണിയായിരിക്കില്ല കേട്ടോ, അതിനും കണക്കുണ്ട്. ആ വിഗ്രഹത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഊർജത്തിനനുസരിച്ചിട്ടുള്ള അതുമായി ട്യൂണാകുന്ന മണിയായിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് പറ്റിയ മന്ത്രോച്ചാരണം. മണിയായാലും മന്ത്രമായാലും ഈ ആകാശതത്വത്തെ, അഞ്ചാമത്തെ ഭൂതത്തെ, ശബ്ദ ഊർജത്തെ എൻഹാൻസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അന്നബലം, ജലത്തിൻ്റെ ബലം, അത് കഴിഞ്ഞ് അഗ്നിബലം, വായുബലം, പിന്നെ ആകാശബലം, ഇങ്ങനെ 5 ശക്തികളെയും എൻഹാൻസ് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ സെൻ്ററാണ് ഈ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത്, അവിടെയാണ് യോഗ വരുന്നത്. മാനസികമായി ഈ ആശയത്തെ നാം സ്വീകരിക്കുകയാണ്. അവിടെ ആശയവും എൻ്റെ മനസ്സുമായി യോജിക്കുക ചെയ്യുന്നത്. അപ്പോഴാണ് പഞ്ചഭൂത ബലം, ഇതിന് പഞ്ചഭൂതോപാസന എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിന് വലം വയ്ക്കും. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ എല്ലാ കോണുകളും, അഷ്ടകോണുകളിലേക്കും ഊർജത്തെ അതിന് സ്വീകരിക്കാൻ ഈ വിഗ്രഹത്തിന് ശേഷിയുണ്ട്. അപ്പോൾ 8 കോണുകളിൽ നിന്ന് വരുന്ന ഊർജത്തെ ഇത് ശേഖരിച്ച് പ്രസരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണ്. നമ്മൾ അതിന് ചുറ്റും വലം വയ്ക്കും. ഈ 8 തരം രശ്മികളും നമുക്ക് ഫലം തരും എന്ന് ചോദിച്ചാൽ 8 തരം രശ്മി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിൻ്റെ ആഴത്തിലത് പഠിച്ചാൽ, ഇപ്പോൾ കൊണാർക്ക് സൂര്യക്ഷേത്രം, അവിടെ പോയാൽ ഓരോ മണ്ഡപങ്ങളിലും ഓരോ സമയത്തും ഇതിൻ്റെ സൂര്യൻ്റെ ഓരോ രശ്മികളാണ് പതിക്കുന്നത്. അതുകൊണ്ട് ഒരു മണ്ഡപത്തിൽ സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ ഇന്ന മണ്ഡപത്തിൽ പോയി നിൽക്കുക എന്ന് പറയും. സൂര്യൻ്റെ രശ്മി എന്ന് പറയുന്നത്, അതിൻ്റെ ഊർജ്ജമെന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്നത് മാത്രമല്ല, അതിന് ആന്തരികമായി ഒരുപാട് തലങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് നമ്മൾ ദണ്ഡനമസ്കാരം ചെയ്യും. ദണ്ഡനമസ്കാരം എന്ന് പറഞ്ഞാൽ യോഗയിലെ നല്ല ഒരു വ്യായാമമാണത്. നമ്മുടെ 8 കോണുകൾ, അതിന് അഷ്ടകോണാസനം എന്ന് പറയും. 8 ശരീരത്തിൻ്റെ ഭാഗങ്ങളും തറയിൽ സ്പർശിച്ചുകൊണ്ട് നാം കിടക്കുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് എർത്ത് ചെയ്യപ്പെടുന്ന എനർജി, അതോടുകൂടി നമുക്ക് കിട്ടുന്ന ഒരു വ്യായാമ ശക്തി, പിന്നെ ഡൗൺ ടു എർത്ത് എന്ന് പറയില്ലേ, നമ്മൾ ഒരു ഈഗോയും ഇല്ലാതെയാണ് നമ്മളവിടെ നമസ്കരിക്കുന്നത്. ഈഗോലെസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സമാധി എന്ന യോഗാവസ്ഥയാണ്, ഒഴിഞ്ഞ മനസ്സ്. ശരീരത്തിൽ കാലുഷ്യങ്ങൾ അകന്ന മനസ്സ് സർവ്വരോഗസംഹാരിയാണ്. അതുകൊണ്ടാണ് ഈ ഇന്നത്തെ മാറാരോഗങ്ങളിൽ പലതും
ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ശരിയാണ് എന്ന് പറയും. എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നറിയാം? ആൾക്കാരുടെ അടുത്ത് ഭയങ്കര ദേഷ്യം, സ്വയം ഒരാളിന് ദേഷ്യം വരികയാണ്, അല്ലെങ്കിൽ അറപ്പ്, വെറുപ്പ്. അങ്ങനെ വരുമ്പോൾ, ഞാൻ ഒരാളിനെ വെറുക്കുമ്പോൾ സംഭവിക്കുന്നത് ശാസ്ത്രീയമായി എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആ ഒരു വ്യക്തിയും ഞാനെന്ന വ്യക്തിയും സത്യത്തിൽ ഇൻ എസെൻസ് ഒരു ഡിഫറൻസും ഇല്ല. കാരണം എവറിത്തിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം 5 ബേസിക് എലിമെൻറ്റ്സ്. അതുമല്ല, ഈ കോശങ്ങൾ തമ്മിലൊരു സൂക്ഷ്മമായ തലത്തിൽ ഒരു ഇൻറ്ററാക്ഷനുണ്ട്. ഇപ്പോൾ ബയോഫോട്ടോൺ ക്യാമറ എന്നൊരു ക്യാമറ ഉണ്ട്. ഈ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്ത്, ഈ ബയോഫോട്ടോൺ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്താൽ, ഇപ്പോൾ ആതിരയും ഞാനുമായിട്ട് ഇവിടെ മുഖാമുഖം ഇരിക്കുമ്പോൾ ഈ കോശങ്ങൾ തമ്മിൽ ഒരു എനർജി എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട്. ഇത് ഈ ക്യാമറയിൽ പിടിക്കാൻ പറ്റും. അപ്പോൾ ആധുനിക ശാസ്ത്രം പതുക്കെ ഇങ്ങനെ ആ പാരമ്പര്യ ശാസ്ത്രത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഞാൻ ആതിരയെ നോക്കി ചിരിക്കുന്നു, പക്ഷേ മനസ്സിൽ ഇവൾക്കൊരു പണി കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. പക്ഷേ ആതിരയ്ക്ക് മനസ്സിലാവില്ല, പക്ഷേ എൻ്റെ കോശങ്ങൾക്കത് മനസ്സിലാവും. മൈൻഡ് ഈസ് നത്തിങ് ബട്ട് ദി മാറ്റർ ഈസ് നത്തിങ് ബട്ട് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി. എൻ്റെ മനസ്സാണ് ഈ കോശങ്ങളായി മാനിഫെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സ്ഥൂലാവസ്ഥയും സൂക്ഷ്മാവസ്ഥയും കൂടി നമുക്ക് യോജിപ്പിച്ച് എടുക്കുന്ന ഒരു പ്രക്രിയയാണ് യോഗ. അതിൽ ഈ തെറ്റായ രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അത് അല്പം കൂടി വിശദീകരിച്ച് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതിനുള്ള സമയം പരിമിതിയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ തുടർച്ചയായി അടുത്ത എപ്പിസോഡിൽ എടുക്കാം. എന്തായാലും ഗുരുജി, എനിക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇതിനെ പറ്റിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്തിൻ്റെ ഒരു പരിമിതി കാരണം നമുക്ക് ഈ ഒരു അധ്യായം നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അടുത്ത അധ്യായത്തിൽ കാണാം. എന്തായാലും ഗുരുജിയുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്തേ. For more such content, like, share and subscribe.